നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീന ശരണ്യയെ കാണാനായിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് നടന്നു വരുവാണ്. വരുന്ന വഴിക്ക് രണ്ട് ചേട്ടന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവര് ചോദിച്ചു എങ്ങോട്ടാ? ശരണ്യയെ കാണാനാന്ന് പറഞ്ഞു. ശരണ്യയെ കാണാൻ ചെന്നാൽ അവര് കാണിക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അല്ല, കഴിഞ്ഞ ദിവസം അവിടെ കുറെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും അതുപോലെയൊക്കെ സംഘടനയുടെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കൊച്ചിനെ അവളെ കാണിക്കണ്ടെന്നൊക്കെ അവരെടുത്ത തീരുമാനം തോന്നേ. അങ്ങനെ പറയണേ ഏട്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ ചെന്ന് നോക്കട്ടെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അലീന നടക്കണ സമയത്ത് മനുവിനെ വിളിക്കുകയാണ്. എന്താ അലീന, എന്താ കാര്യം ചോദിച്ചു. അല്ല, ഞാനേ ശരണ്യയുടെ വീട്ടിലേക്ക് പോകുക. ഓ അങ്ങനെയാണോ? കഴിഞ്ഞ ദിവസം മനുവേട്ടൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അവിടെ പോകണേ എന്നെ വിളിക്കണമെന്ന്? അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, വിളിച്ച് പറയാൻ തോന്നിയില്ലോ എന്ന് പറയണം. ഈ സമയത്ത് മനു ചോദിച്ചു, അല്ല ഇപ്പോഴെന്തിനാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിച്ചു. അത് പിന്നെ ശരണ്യോട് സംസാരിക്കാനായിട്ട്. എന്ത്, രോഹിത്തിനെ രക്ഷിക്കണമെന്ന് പറയാനാണോ? അതൊരിക്കലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അതെന്താ? എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? അവളെ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ അവിടം വരെ പോകുന്നതല്ലേ, രോഹത്തിന്റെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്ക്. ഒരു പക്ഷേ നിന്റെ ഒരു വാക്കുകൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിലോ? അവൻ നിരപരാധിയല്ലേന്ന് ചോദിച്ചു. ശരിയാ മനുവേട്ടാ, പക്ഷെ ഞാൻ അവളോട് എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവൾ വിചാരിക്കില്ലേ ഞാൻ അവളെ സ്വാധീനിക്കാൻ ചെന്നാന്ന്? നിന്റെ ഇഷ്ടം എന്താന്ന് ചെയ്യുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മളെ കൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? രോഹിയെ പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ മനുവേട്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ അവളെ ആശ്വസിപ്പിക്കും. പിന്നെ മൊഴിയോ കൊടുക്കേണ്ട അവളല്ലേ. അവളുടെ മനസാക്ഷിക്ക് ചേരുന്ന കാര്യമല്ലേ അവൾ ചെയ്യേണ്ടത്. അവൾക്ക് എന്താ തോന്നുന്നെങ്കിൽ അവൾ അത് പറയട്ടെ. ഞാൻ ഒന്നിനും അവൾ ഒരു കാര്യത്തിലും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് നടക്കുക. ഈ സമയത്ത് ഗോപന്റെ ഫോണിലേക്ക് കോൾ വരുന്നേ. അലീന അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ശരി ശരി, നിങ്ങൾ വെച്ചോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നീട് ശരണ്യയുടെ അച്ഛനെ വിളിച്ചു. എന്താടാ? ദേ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ആ അലീന ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് വിട്ടാലും ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒന്ന് രണ്ട് ഏട്ടന്മാർ വന്നു. അവളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെയും വിളിക്കണമെന്ന് വെച്ചു. മെമ്പറെ വിളിക്കണമെന്ന് വെച്ചു. വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ശരണ്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് എന്തു ഭാവിച്ചോണ്ടാ? നിങ്ങളുടെയൊക്കെ ഇപ്പം മട്ടും കണ്ടാ തോന്നുമല്ലോ അവളെന്തോ വലിയ ബോംബ് ഇടാൻ വേണ്ടിയിട്ട് ആ കൊച്ചിങ്ങോട്ടേക്ക് വരുന്നതെന്ന്. നിങ്ങൾക്ക് നാണമില്ലേന്ന് ചോദിച്ചു. അതെ അമ്മ കൂടുതലൊന്നും പറയണ്ട, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായോ? ആ കൊച്ചു വന്ന് ശരണ്യ കണ്ടിട്ട് പോയെന്നോർത്ത് എന്താ സംഭവിക്കുന്നേ? ശരണ്യ അതുകൊണ്ട് മൊഴി മാറ്റി പറയും നിനക്ക് തോന്നുന്നുണ്ടോ? അതെ അമ്മ ഒന്നും പറയണ്ട. എന്താണ്, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. അവളെ ശരണ്യെ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗോപൻ നിൽക്കുവാണ്. പിന്നീട് അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവൻ അലീനയെ രൂക്ഷമായിട്ട് നോക്കി. എന്താന്ന് ചോദിച്ചു. അല്ല ഇതെന്താ ഗോപ ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കണേ? ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ഇതെന്ത് ചോദ്യം ചോദിക്കണമെന്ന് ചോദിച്ചു. അതെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് ശരണ്യെ കാണാനായിട്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. നീ ശരണ്യം കാണുന്നില്ല, ആരെയും കാണുന്നില്ല, വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ നോക്കിയോ? അലീന പറഞ്ഞു. ഇതാ ഇപ്പം നന്നായത്, ഞാൻ ശരണ്യെ കാണാൻ വന്നതല്ലേ, വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പോവാം, അതല്ലേ എൻ്റെ മര്യാദ എന്ന് ചോദിച്ചു. നീ കൂടുതൽ മര്യാദയൊന്നും കാണിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ, മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ശരണ്യയുടെ അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു. അല്ല എന്താ ആൻറ്റി ഇത്, എന്തിനാ എന്നെ തടയണേന്ന് ചോദിച്ചു. അതെ അമ്മയൊന്നും പറയാനൊന്നും പോകുന്നില്ല, മര്യാദയ്ക്ക് നിന്നോട് പറയുന്ന കാര്യം നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഗോപ നിനക്കിത് എന്താ പറ്റിയത്? ഞാൻ അവളെ കണ്ടതുകൊണ്ട് എന്താ? ഞാൻ അവളോട് സംസാരിക്കുന്നു പോലുമില്ല, അവളെ ഒന്ന് കാണുന്ന മാത്രമേ ഉള്ളൂ. അവൾ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കണമെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കണ്ടോളാം, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കൂടുതലൊന്നും നീ പറയണ്ടെന്ന് പറഞ്ഞു. അവളുടെ കാര്യം നോക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. നീ അവളെക്കുറിച്ച് ആലോചിക്കുക വേവലാതിപ്പെടുകയൊന്നും ചെയ്യണ്ട. അല്ല ഇതിനൊക്കെ നീ ആരാന്ന് ചോദിച്ചാൽ അവളുടെ അത് പിന്നെ എൻ്റെ അനുജത്തി അവളെന്ന് പറഞ്ഞു. അനുജത്തി മിണ്ടാതെ പോയിക്കോണം അവിടുന്ന്. അപ്പോഴേക്കാണ് ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നേ. അതിനകത്തുനിന്ന് മെമ്പറും വേറൊരു നേതാവും കൂടെ ഇറങ്ങുവാണ്. നീ ഇവിടെ വന്നോ? നീ ആ ബാലേന്ദ്രൻ്റെ വീട്ടിൽ ജോലിക്ക് വയ്ക്കുന്ന പെണ്ണല്ലേ, ആ പീഡന കേസിലെ പ്രതിയുടെ വീട്ടില്? അത് കേട്ടപ്പം അലീന പറഞ്ഞു. അതെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഓ ശരണ്യെ സ്വാധീനിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? ആരുടെ പ്രതിനിധിയായിട്ടാ വന്നിരിക്കുന്നത്? ഏജന്റാ നീ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അലീന പറഞ്ഞു. അത് ചേട്ടന്മാരെ, ഞാൻ ആരുടെ ഏജന്റായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ ആർക്കും വേണ്ടി സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. അലീന വന്നിട്ടുണ്ടെങ്കിൽ അത് ശരണ്യയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കണേ, അല്ലാതെ ആരും സ്വാധീനിക്കാൻ വേണ്ടി വന്നല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മെമ്പർ പറഞ്ഞു. നീ ഇതല്ല ഇതിലപ്പുറവും പറയും. എടി നീ ഇവിടെ വന്നിട്ട് ആ കൊച്ചിനോട് എന്തേലുമൊക്കെ പറഞ്ഞ് അതിനെക്കൂടെ മൊഴി മാറ്റിപ്പിക്കാനല്ലേ? അതിൻ്റെ വായിൽ നിന്ന് എന്തോ ഒന്ന് വീണ് കിട്ടി, അതേ പിടിച്ച് വന്നതല്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു. ഒരിക്കലും അല്ല, അങ്ങനെ എന്തേലും ആവായിരുന്നെങ്കിൽ നേരത്തെ ആവായിരുന്നു. ശരണ്യോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ഈ വീട്ടുകാരോട് ചോദിച്ചു നോക്ക്, ഞാൻ അങ്ങനെ എന്തേലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ അവളെ കാണാൻ വന്നേ അവളെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ.
അതെ, നീ കൂടുതൽ കയ്യും കാലും ഒന്നും പിടിക്കണ്ട, ഇവിടുന്ന് പോയാൽ മതി. പറഞ്ഞ കേട്ടല്ലോ, അവൾ ഞങ്ങളുടെ ദുഃഖപുത്രിയാ ഈ കോളനിയുടെ. അവൾക്ക് ഞങ്ങൾ ജോലി വാങ്ങിക്കൊടുക്കും, അതുപോലെ തന്നെ നല്ല ഒന്നതിനും വീട് വെച്ച് കൊടുക്കും. അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ പറയുവാണ്. അവൾക്ക് വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവും കാര്യങ്ങളൊക്കെ നടത്തും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയും നോക്കണം. ആ സമയത്ത് നേതാവ് പറഞ്ഞു, എടി അവളെ പുറത്തൊന്നും ഇറങ്ങണ്ട, അവൾ അകത്ത് തന്നെ ഇരുന്നാൽ മതി. അവളെ നിനക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ വെറുതെയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അവള് ജീവിതത്തിലേക്ക് വരട്ടെ, അവളുടെ മുഖത്തെ സന്തോഷം കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അവൾ സന്തോഷിക്കണം, ചിരിക്കണം, ആൾക്കാരുമായിട്ട് സംസാരിക്കണം, പുറത്തിറങ്ങി നടക്കണം. അല്ലാതെ അവൾ എപ്പോഴും അടച്ചിട്ടൊരു മുറിയിൽ ഇരിക്കേണ്ടവളല്ല. അത് നീ കൂടുതൽ പറയണ്ട, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. എടാ ഗോപ, ഇവളെ പിടിച്ചിറക്കി വിടാൻ പറഞ്ഞു. ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് ശരണ്യ അകത്തിരിക്കുന്നുണ്ടായിരുന്നു. ശരണ്യക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു അലീനയെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ. ഗോപം പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചു അലീനയുടെ. അലീന പറഞ്ഞു, വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ വിട്ടില്ല. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് പിടിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളാൻ തുടങ്ങണം. അപ്പോഴാണ് ശരണ്യ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. വിടാനാ പറഞ്ഞ് അലീന ചേച്ചിയുടെ കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞു. ഒരു നിമിഷം ഗോപന്റെ കൈ കഴിഞ്ഞു. ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞു. മോളെ ചേച്ചി പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പാണ് അലീനയുടെ നേർക്ക്. ആ സമയത്ത് ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ഇവിടെ വാടി, നിന്നോട് ആടി ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് കയ്യെ പിടിച്ച് വലിച്ച് അകത്ത് ബെഡിലേക്ക് കൊണ്ട് തള്ളുവാണ്. പിന്നീട് അയാൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടത് സിമ്പതിയും അതുപോലെ തന്നെ പണവും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവളുടെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തണമെന്നല്ല ഒരാഗ്രഹമല്ല ഉള്ളത്. പാർട്ടിക്കാരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് മെമ്പർ പറഞ്ഞു, കണ്ടില്ലേ, ഇനി എന്ത് കാണാനായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഗോപൻ പറഞ്ഞു, ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞു. ഒടുവിൽ അലീന പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും നേതാവ് പറഞ്ഞു, ഇവളെക്കാളും വലിയവന്മാർ വന്നിട്ടൊന്നും നടന്നില്ല. കൈ നിറയെ പണയമായിട്ട് വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ച അത് നടന്നില്ല. എന്താണെങ്കിലും ആ പരിപ്പ് ഈ കളത്തിൽ വേവില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ പോകുന്ന പോക്ക് കണ്ടില്ലേ. അപ്പോഴേക്കും അലീന അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അലീന പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. നിനക്ക് ബക്കറ്റ് പിരിവ് നടത്തണം, കോളനിയിലെ ദുഃഖപുത്രിയാക്കണം അവൾ പുറത്തിറങ്ങാൻ പാടില്ല, ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല, അവളുടെ ജീവിതം അവള് സന്തോഷിക്കാൻ പാടില്ല എന്ന് ഇരുട്ടറായി കഴിയണം. ആയിക്കോട്ടെ, നിങ്ങൾ നേതാക്കന്മാരാണല്ലോ, എന്ത് വേണം ആവാലോ, നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുവാണ്. ആ സമയത്ത് ശരണ്യ വീടിനുള്ളിലിരുന്ന് വിങ്ങി കരയുക. ശരണ്യക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് വൈജയന്തി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് ബ്രോക്കർ ബേബി അങ്ങോട്ടേക്ക് വരുന്നത്. ബേബി, പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്? അത് 2 ദിവസം കുറച്ച് തിരക്കിലായിരുന്നു മാഡം എന്ന് പറഞ്ഞു. എന്തായി വീടിൻ്റെ കാര്യങ്ങളൊക്കെ? അപ്പം പുതിയ വാടക വീടിനെ കുറിച്ച് ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ അതൊന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മാഡം കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷേ മാഡം പറഞ്ഞാൽ ഫർണിച്ചർ ഇല്ലെന്ന് പറഞ്ഞു. ഫർണിച്ചർ ഇല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അല്ല, അത്യാവശ്യം 2 കട്ടിലും ഒരു ടേബിളും 2 കസാരയുണ്ട്. എടോ അത് മതിയോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എല്ലാം വേണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ? അതൊക്കെ ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞേ? അതൊക്കെ പക്ഷേ AC ഒക്കെ പഴയതാ മാഡം. അതെ, എല്ലാം ഉള്ള വീട് എനിക്ക് മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ കുറേ താമസം പിടിക്കുമായിരിക്കുമല്ലോ. എടോ, വീട് കിട്ടിയിട്ട് വേണം എൻ്റെ കാല് മുറിക്കണമെന്ന് കരുതി ഞാൻ ഇരിക്കുമായിരുന്നു. കാല് മുറിക്കാനോ? മാഡത്തിൻ്റെ കാല് മുറിച്ച് മാറ്റുവാണോ? അല്ല, ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞേ? അതാണോ? അത് 2-3 ദിവസം അവിടെ കാലെ കിടന്നിടത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാഡം ധൈര്യമായിട്ടിരിക്കുക. നല്ലൊരു വീട് ഒത്തുവരണ്ടേ? ഒത്തുവരുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് ഞാൻ തരും. നീ തരുമൊന്നും വേണ്ട എനിക്ക്, നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി, പോയിക്കൊള്ളാൻ പറഞ്ഞു. അതേ സമയത്ത് അലീന ആകെപ്പാടെ വല്ലാതെ വിഷമിച്ച് ടയേർഡായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. കൃഷ്ണമോൾ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. ഇതെന്താ അലീന ചേച്ചി നടന്നാണോ വന്നതെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, മുഖത്ത് ഭയങ്കര ക്ഷീണം കാണുന്നുണ്ട്. അതൊന്നുമല്ല, ബസ്സിനാ വന്നേ. പിന്നെ ഇതെന്ത് പറ്റി? അല്ല, ശരണ്യയെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല. അതെന്താ ചേച്ചി? അവർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും കൃഷ്ണമോളും അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, നിനക്കിത് എന്ത് പറ്റി? നീ ശരണ്യയെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഇല്ലച്ചാ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നെ കാണാൻ സമ്മതിച്ചില്ല. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ? ഇല്ലച്ചാ, അവർ പറയുന്ന കാണണ്ടാന്നാ. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ശരണ്യെ. അതിന് നീ അവളോടൊന്നും പറഞ്ഞൊന്നുമില്ലോ? ഇല്ലാന്നേ. അവിടെ കുറെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയണത് ഞാൻ അവളെ സ്വാധീനിക്കുന്ന, അവളിനി മൊഴി മാറ്റി പറയാന്ന് അവർക്ക് പേടിയുണ്ട്. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ രോഹിത്തിനെ പ്രതിയാക്കിയിട്ട് അങ്ങനെ അവർ സൂഹിക്കുമല്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ മോളെ, എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അവൻ നിരപരാധിയാന്ന് അറിഞ്ഞിട്ടും അവൻ്റെ ചോര ഊറ്റി കുടിക്കാനായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കണമെന്നാണോ നീ പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ അലീന നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.